ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്തണമെന്നും മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സോടെയും ആദരവോടെയും ജീവിക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആരും നിങ്ങളെ നിസ്സാരമായി കാണാത്ത വിധം ഉള്ളിൽ നിന്ന് ശക്തരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യം ഇന്നു തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. കേവലം സ്നേഹമുള്ളവളോ നിഷ്കളങ്കയോ ആയ ഒരു സ്ത്രീയായി ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒന്നിനും മതിയാവില്ല. ഇന്നത്തെ ലോകത്ത് സ്വന്തം അന്തസ്സ് കാത്തുസൂക്ഷിക്കാനും സുരക്ഷിതയായി മുന്നേറാനും ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് നല്ലൊരു ഹൃദയത്തോടൊപ്പം തന്നെ കാര്യങ്ങൾ വിവേകത്തോടെ കാണാൻ കഴിയുന്ന ബുദ്ധിശക്തിയും തന്ത്രജ്ഞതയും അത്യാവശ്യമാണ്. കാരണം കൈപ്പുള്ള സത്യമെന്തെന്നാൽ ഈ ലോകം നിന്റെ നന്മയെ പലപ്പോഴും നിന്റെ ബലഹീനതയായാണ് കാണുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവരോടും ശരി എന്ന് മാത്രം പറയുന്ന, എല്ലാവരെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയല്ലേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്? എല്ലാ ബന്ധങ്ങളെയും ഹൃദയം കൊണ്ട് മാത്രം കാണുന്നവരല്ലേ പലപ്പോഴും ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെടുന്നത്? ഓരോ ചെറിയ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് എടുക്കുന്നവരാണ് രാത്രികളിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം കണ്ണീർ തുടയ്ക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ഒരു നല്ല സ്ത്രീ എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. ആളുകൾ നിന്റെ ലാളിത്യത്തെ നിന്റെ ബലഹീനതയായും നിന്റെ മൗനത്തെ നിന്റെ ഗതികേടായും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു വിഭാഗം സ്ത്രീകളുണ്ട്. അവർ അനാവശ്യമായി അധികം സംസാരിക്കാറില്ല. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ലോകം അത് അതീവ ശ്രദ്ധയോടെ കേൾക്കും. എല്ലാ കാര്യങ്ങളോടും അവർ പെട്ടെന്ന് പ്രതികരിക്കാറില്ല. പകരം സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുള്ള മൗനത്തിൻ്റെ ശക്തി അവർക്കറിയാം. അവരാരെയും അമിതമായി ആശ്രയിക്കാറില്ല. എന്നിട്ടും ആളുകൾ അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ പക്കൽ വെറും വികാരങ്ങൾ മാത്രമല്ല ഉള്ളത്, മറിച്ച് കൃത്യമായ വിവേകവും വ്യക്തമായ അതിർവരമ്പുകളും ജീവിതത്തെ നേരിടാനുള്ള തന്ത്രപരമായ ബുദ്ധിയും അവർക്കുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും പുസ്തകങ്ങളിൽ നിന്ന് പകർത്തിയ അറിവുകളല്ല, അല്ലെങ്കിൽ സിനിമാറ്റിക്കായ വെറും ഉപദേശങ്ങളുമല്ല. ഇത് വഞ്ചിക്കപ്പെട്ടും വേദന സഹിച്ചും വീഴ്ചകളിൽ നിന്ന് പാഠം പഠിച്ചും മുന്നേറിയ കരുത്തരായ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈ ലോകം ഹൃദയം കൊണ്ടല്ല, മറിച്ച് ബുദ്ധി കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് ബുദ്ധിയല്ലെന്നും എല്ലാ അതിക്രമങ്ങളും സഹിച്ചു നിൽക്കുന്നത് കരുത്തല്ലെന്നും അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ വീഡിയോയിലൂടെ മറ്റുള്ളവരെ ചതിക്കാനല്ല, മറിച്ച് മറ്റൊരാൾക്കും നിങ്ങളെ നിയന്ത്രിക്കാനോ ചൂഷണം ചെയ്യാനോ നിങ്ങളുടെ വില ഇല്ലാതാക്കാനോ കഴിയാത്ത വിധം നിങ്ങളെ പ്രാപ്തരാക്കുന്ന 9 കരുത്തുറ്റ വഴികളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കായി ജീവിക്കണമെന്നുണ്ടോ? മാനസികമായി അതിശക്തരാകാനും വലിയ ബഹളങ്ങളില്ലാതെ നിശബ്ദമായി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം ജീവിതത്തിലെ സന്തോഷമെന്നത് ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് അത് വിവേകമുള്ള ഒരു മനസ്സെടുക്കുന്ന കൃത്യമായ തീരുമാനമാണ്. നമുക്കൊരു ചെറിയ കഥയിൽ നിന്ന് തുടങ്ങാം. കാരണം ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത് ലളിതമായ കഥകളിലാണ്. റീം, അവൾ അമിതമായി നിഷ്കളങ്കയായിരുന്നു. എത്രത്തോളം എന്നാൽ ആളുകൾ അവളെ ഒരു നല്ല സ്ത്രീ എന്നതിലുപരി ഒരു പാവം സ്ത്രീ എന്ന് വിളിക്കാൻ തുടങ്ങി. ഓഫീസിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിരുന്നത് അവളായിരുന്നു. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റും പ്രശംസയും വരുമ്പോൾ പേര് മറ്റാരുടേതെങ്കിലുമാകും. വീട്ടിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നതും അവളായിരുന്നു. എന്നാൽ അവൾക്ക് ഒരു താങ് ആവശ്യമായി വന്നപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഭർത്താവ് പറയും, നീ അമിതമായി വൈകാരികമായി ചിന്തിക്കുന്നവളാണ് എന്ന്. വീട്ടുകാർ പറയും, നീ എല്ലാ രംഗകാര്യങ്ങളും വെറുതെ ഹൃദയത്തിലേക്ക് എടുക്കുകയാണ് എന്ന്. സ്വന്തം വീട്ടുകാരാകട്ടെ, സ്ത്രീയായാൽ ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും. ഓരോ രാത്രിയും തലയിണയിൽ മുഖമമർത്തി റീമ സ്വയം ചോദിക്കും, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? സത്യത്തിൽ റീമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നോ? എല്ലാവരോടും നല്ലവളായിരുന്നാൽ എല്ലാം ശരിയാകും എന്ന് അവൾ വിശ്വസിച്ചതായിരുന്നു അവളുടെ പരാജയം. താൻ മറ്റുള്ളവർക്ക് എത്രത്തോളം നൽകുന്നുവോ അത്രത്തോളം തിരികെ ലഭിക്കുമെന്ന് റീമ വിശ്വസിച്ചിരുന്നു. താൻ മൗനം പാലിച്ചാൽ ബന്ധങ്ങൾ തകരാതെ നിൽക്കുമെന്നും എല്ലാം സഹിച്ചു നിന്നാൽ ഒരു നാൾ സാഹചര്യങ്ങൾ മാറുമെന്നും അവൾ കരുതി. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. അവളുടെ നന്മയെ ആളുകൾ ഒരു ശീലമാക്കി മാറ്റി. അതോടെ അവളുടെ വിലയും കുറഞ്ഞു വന്നു. കാരണം മറുചോദ്യമില്ലാതെ എല്ലാം നൽകാൻ തയ്യാറുള്ളവരിൽ നിന്ന് പരമാവധി ഊറ്റിയെടുക്കാൻ ഈ ലോകം എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു ദിവസം റീമയുടെ ഉള്ളിൽ മാറ്റത്തിൻ്റെ വിത്തുകൾ പാകപ്പെട്ടു. വലിയ മോട്ടിവേഷണൽ പ്രസംഗങ്ങളോ കനപ്പെട്ട പുസ്തകങ്ങളോ അല്ല അവളെ മാറ്റിയത്, മറിച്ച് ഒരു ലളിതമായ വരി അവളുടെ ചിന്തകളെ പിടിച്ചുലച്ചു. നീ നിനക്ക് എത്രത്തോളം ബഹുമാനം നൽകുന്നുവോ അത്രത്തോളം മാത്രമേ ഈ ലോകം നിനക്കും നൽകൂ. അന്ന് അവൾ തിരിച്ചറിഞ്ഞു, അവളുടെ വികാരങ്ങളല്ല പ്രശ്നം, മറിച്ച് ചിന്തിക്കാതെയും വിവേചനമില്ലാതെയും എല്ലാം വിട്ടുകൊടുക്കുന്ന അവളുടെ സ്വഭാവമാണ് അവളെ തോൽപ്പിക്കുന്നത്. അന്നു മുതൽ അവൾ കരയുന്നത് നിർത്തി ചിന്തിക്കാൻ ശീലിച്ചു. എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ലെന്നും
മറ്റുള്ളവർ കാണിക്കുന്ന നന്ദികേടുകൾ നിസ്സാരമായി കാണരുതെന്നും അവൾ പഠിച്ചു. സ്വന്തം ഹൃദയരഹസ്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണെന്ന് അവൾക്ക് ബോധ്യമായി. ഇവിടെ നിന്നാണ് ഒരു വിവേകമതിയായ സ്ത്രീയുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. വിവേകമെന്നാൽ മറ്റുള്ളവരെ ചതിക്കലോ കള്ളം പറയലോ അല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം വിഡ്ഢിയാകാതെ നോക്കുക എന്നതാണ്. ഈ ലോകം കേവലം വികാരങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നതെന്ന് എത്രയും വേഗം തിരിച്ചറിയുന്ന സ്ത്രീയാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നിങ്ങൾ ചുറ്റുമൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിൽ കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ആരാണ്? എല്ലാ ചെറിയ കാര്യങ്ങൾക്കും കരയുന്നവരോ, അതോ കൃത്യസമയത്ത് മൗനം പാലിക്കാനും ബുദ്ധിപൂർവം പ്രവർത്തിക്കാനും അറിയുന്നവരോ? ഏതുതരം സ്ത്രീകളുടെ വാക്കുകൾക്കാണ് ഈ ലോകം വില നൽകുന്നത്? എല്ലാവരോടും ശരി എന്ന് തലയാട്ടുന്നവർക്കോ, അതോ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവർക്കോ? ആരാണ് ജീവിതത്തിൽ ശരിക്കും മുന്നേറുന്നത്? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഓടി നടക്കുന്നവരോ, അതോ സ്വന്തം മുൻഗണനകൾ തിരിച്ചറിഞ്ഞവരോ? വിവേകമതിയായ ഒരു സ്ത്രീ ആദ്യം മനസ്സിലാക്കുന്നത് അവളുടെ ഊർജമാണ് അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നാണ്. അവൾ എല്ലാവർക്കും വേണ്ടി എപ്പോഴും ഓടിയെത്താൻ തയ്യാറാകില്ല. എല്ലാ കോളുകൾക്കും അവൾ ഉടൻ മറുപടി നൽകില്ല. എല്ലാ സന്ദേശങ്ങൾക്കും നീളൻ മറുപടികൾ അയക്കില്ല. കാരണം എപ്പോഴും എവിടെയും ലഭ്യമാകുന്ന ഒന്നിന് ഈ ലോകം പതുക്കെ വില കൽപ്പിക്കാതാകും എന്ന സത്യം അവൾക്കറിയാം. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു ഓഫീസിലെ നേഹയെയും പൂജയെയും കുറിച്ച് ചിന്തിക്കുക. നേഹ എല്ലാവരുടെയും ജോലികൾ ഏറ്റെടുക്കും. ബോസ് പറഞ്ഞാൽ അധിക ജോലി, സഹപ്രവർത്തകർ ചോദിച്ചാൽ സഹായം. അവളുടെ പകൽ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഓഫീസിലെ തിരക്കുകളിലായിരുന്നു. എന്നാൽ പൂജ അങ്ങനെയല്ല. അവൾ സ്വന്തം ജോലി കൃത്യമായി ചെയ്യും. പക്ഷേ ആവശ്യമില്ലാതെ തന്നെ തളർത്താൻ അവൾ തയ്യാറല്ലായിരുന്നു. വെറും കാട്ടിക്കൂട്ടലുകൾക്കോ അനാവശ്യമായ കഠിനാധ്വാനത്തിനോ അവൾ മുതിർന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം പ്രമോഷൻ വന്നപ്പോൾ അത് ആർക്കാണ് ലഭിച്ചത്? പൂജയ്ക്ക്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്ത് എന്നെ പരിഗണിച്ചില്ല എന്ന് നേഹ അപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. ഇതാണ് ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. വിവേകമതിയായ സ്ത്രീ കഠിനാധ്വാനത്തിൽ നിന്ന് ഒളിച്ചോടാറില്ല. പക്ഷേ വിഡ്ഢിയായി അധ്വാനിക്കാൻ അവൾ തയ്യാറുമല്ല. എപ്പോൾ അതെ എന്ന് പറയണമെന്നും എപ്പോൾ അരുത് എന്ന് പറയണമെന്നും എപ്പോൾ വെറുമൊരു പുഞ്ചിരി കൊണ്ട് സംസാരം അവസാനിപ്പിക്കണമെന്നും അവൾക്ക് കൃത്യമായി അറിയാം. മറ്റൊരു കയ്പുള്ള സത്യം കൂടി മനസ്സിലാക്കുക. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ത്രീയെ ഈ ലോകം നിയന്ത്രിക്കാൻ തുടങ്ങും. മറ്റുള്ളവരുടെ ഓരോ വാക്കും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഓരോ ചെറിയ കാര്യത്തോടും നിങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റാരുടെയോ കൈകളിലാണ്. വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും പെട്ടെന്ന് പ്രതികരിക്കാറില്ല. മറിച്ച് സാഹചര്യങ്ങളെ പഠിച്ച് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അവളുടെ മുഖഭാവങ്ങളിൽ നിന്ന് അവളുടെ ഉള്ളിലെ അവസ്ഥ പെട്ടെന്ന് വായിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. അവൾ എല്ലാവരോടും എല്ലാം തുറന്നു പറയാറില്ല. തൻ്റെ കണ്ണീർ പോലും എവിടെ ഒഴുക്കണമെന്ന് അവൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം സ്വന്തം ബലഹീനത മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നതും ബുദ്ധിപൂർവം മൗനം പാലിക്കുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് അവൾക്കറിയാം. ശാലിനിയുടെ കഥ തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. അവൾ അധികം തർക്കിക്കാനോ ബഹളം വെക്കാനോ പോകാത്തതുകൊണ്ട് പലരും അവളെ ബലഹീനയായി കരുതി. അവൾക്കൊന്നും അറിയില്ലെന്ന് അവർ പരിഹസിച്ചു. എന്നാൽ ജീവിതം ഒരു വഴിത്തിരിവിലെത്തിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാലിനിയാണ് ആദ്യം സ്വന്തം കാലിൽ നിവർന്നു നിന്നത്. മൗനമായിരുന്ന ആ കാലം അത്രയും അവൾ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുകയായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് യഥാർത്ഥ തന്ത്രജ്ഞത. ബഹളം വയ്ക്കലല്ല, മറിച്ച് ശരിയായ സമയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് വിജയം. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നതല്ല ബുദ്ധി. അതുപോലെ എല്ലാം സഹിച്ചു നിൽക്കുന്നതും ബുദ്ധിയല്ല. വിവേകമതിയായ സ്ത്രീ ഇവ രണ്ടിനുമിടയിലുള്ള ഒരു സന്തുലിതാവസ്ഥ, ബാലൻസ് കണ്ടെത്തുന്നു. ആരാണ് കൂടെയുള്ളതെന്നും ആരാണ് ലാഭത്തിനു വേണ്ടി നിൽക്കുന്നതെന്നും അവസരം കിട്ടുമ്പോൾ നിറം മാറുന്നവർ ആരെന്നും തിരിച്ചറിയാൻ അവൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൾ ഒരിക്കലും സ്വയം കള്ളം പറയാറില്ല എന്നതാണ്. ചില മനുഷ്യർ ഒരിക്കലും മാറില്ലെന്നും ചില ബന്ധങ്ങൾ വെറും പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്നതാണെന്നും ചില വേദനകൾ തന്നെ തളർത്താനല്ല മറിച്ച് വളർത്താനാണ് വന്നതെന്നും അവൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ തിരിച്ചറിവാണ് അവളെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കണമെന്നും നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ നിസ്സാരമായി കാണുന്നത് നിർത്തുക. സ്വന്തം വില നിശ്ചയിക്കുന്നത് നിങ്ങൾ തന്നെയാകണം. അപ്പോൾ ലോകം നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തോടുള്ള സമീപനത്തെയും പൂർണ്ണമായും മാറ്റിമറിക്കും. വെറുമൊരു വൈകാരിക ജീവി എന്നതിൽ നിന്ന് കരുത്തയായ ഒരു സ്ത്രീയായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ കേൾക്കുക. യഥാർത്ഥ പോരാട്ടം ഇവിടെ തുടങ്ങുകയാണ്. ഒരു സ്ത്രീ വിവേകമതിയായി മാറിക്കഴിഞ്ഞാൽ
അവളിൽ ആദ്യം സംഭവിക്കുന്ന മാറ്റം എന്താണെന്നോ? എല്ലാവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ആ പഴയ ശീലം അവൾ ഉപേക്ഷിക്കും. കാരണം നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവന് ഒരു വരി തന്നെ ധാരാളമാണെന്നും മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവന് 1000 വിശദീകരണങ്ങൾ നൽകിയാലും ഫലമില്ലെന്നും അവൾക്ക് കൃത്യമായി അറിയാം. മറ്റുള്ളവരുടെ തെറ്റായ ചിന്താഗതി തിരുത്തേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമല്ലെന്ന് അവൾ തിരിച്ചറിയുന്നു. മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? ഓരോ കാര്യത്തിനും നിങ്ങൾ വിശദീകരണം നൽകുമായിരുന്നു. നിങ്ങൾ തെറ്റുകാരല്ലെന്ന് തെളിയിക്കാൻ പാടുപെടുമായിരുന്നു. നിങ്ങൾ സ്വയം ന്യായീകരിക്കുമ്പോൾ നിങ്ങളെ തെറ്റുകാരിയായി കണ്ട് ആസ്വദിക്കുകയായിരുന്നു മറ്റുള്ളവർ. കാരണം നിങ്ങൾ സ്വയം തെളിയിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇനി അത് വേണ്ട. എല്ലാ തെറ്റിദ്ധാരണകളും നീക്കേണ്ടത് നിന്റെ കടമയല്ലെന്നും എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകേണ്ടത് നിന്റെ ഗതികേട്ടല്ലെന്നും നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും തർക്കങ്ങളിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അവൾ സ്വന്തം സമാധാനം നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതുക. മുമ്പാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കും. അവർക്ക് മെസ്സേജുകൾ അയക്കും, അത് ഡിലീറ്റ് ചെയ്യും, വീണ്ടും എഴുതും. എന്നാൽ ഇപ്പോൾ നിങ്ങളൊരു ചെറിയ പുഞ്ചിരിയോടെ ഇങ്ങനെ ചിന്തിക്കും: ഇതെന്നെക്കുറിച്ച് പറഞ്ഞ ആ വ്യക്തിക്ക് എൻ്റെ മനസ്സിൽ ഇത്ര വലിയ സ്ഥാനം നൽകേണ്ടതുണ്ടോ? ഇതാണ് യഥാർത്ഥ മാറ്റം. ഇതാണ് തന്ത്രജ്ഞത. വിവേകമതിയായ ഒരു സ്ത്രീ എല്ലാവർക്കും തൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകില്ല. ആരുടെ വാക്കുകൾ കേൾക്കണം, ആരെ അവഗണിക്കണം എന്ന് അവൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. തൻ്റെ ജീവിത നിലവാരത്തിന് യോജിച്ചവരുടെ വാക്കുകൾക്ക് മാത്രമേ അവൾ വില നൽകൂ. ഇനിയൊരു കൈപ്പുള്ള സത്യം കൂടി കേൾക്കൂ. മിക്ക സ്ത്രീകളും ദുഃഖിതരാകാൻ കാരണം അവർ തെറ്റായ ഇടങ്ങളിൽ നിന്ന് പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു എന്നതാണ്. ഭർത്താവ് തന്നെ മനസ്സിലാക്കുമെന്നും സുഹൃത്തുക്കൾ മാറുമെന്നും ബന്ധുക്കൾ നന്നാകുമെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ വിവേകമതിയായ സ്ത്രീ പ്രതീക്ഷകളിലല്ല, മറിച്ച് തൻ്റെ തയ്യാറെടുപ്പുകളിലാണ് വിശ്വസിക്കുന്നത്. ഒരാൾ മാറാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അയാൾ എപ്പോഴേ മാറുമായിരുന്നു എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ വിവേകമതിയായ ഒരു സ്ത്രീ എപ്പോഴും തൻ്റെ പക്കൽ ഒരു പ്ലാൻ ബി, പ്ലാൻ സി, ആവശ്യമാണെങ്കിൽ പ്ലാൻ ഡി വരെ തയ്യാറാക്കി വയ്ക്കും. വികാരങ്ങളിൽ ഒഴുകിപ്പോയി അവൾ ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കാറില്ല. പകരം അവൾ സ്വയം ഒരു ചോദ്യം ചോദിക്കും: നാളെ ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ എനിക്ക് എന്നെ തന്നെ നോക്കാൻ കരുത്തുണ്ടോ? ആ ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവൾ മറ്റൊരാളിൽ പ്രതീക്ഷ വെക്കുന്നതിന് മുൻപ് തന്നെ തന്നെ ശക്തയാക്കാൻ തുടങ്ങും. നമുക്ക് സുമൻ്റെയും രാധയുടെയും ഉദാഹരണം നോക്കാം. സുമൻ വിശ്വസിച്ചിരുന്നത് അവനൊരിക്കലും അവളെ വിട്ടുപോകില്ല എന്നായിരുന്നു. അവൾ തൻ്റെ ലോകം മുഴുവൻ അവനെ കേന്ദ്രീകരിച്ച് നിർമ്മിച്ചു. എന്നാൽ അവൻ അവളെ വിട്ടുപോയപ്പോൾ സുമൻ്റെ പക്കൽ പിന്നെ ആത്മവിശ്വാസമോ സ്വന്തമായി ഒരു നിലനിൽപ്പോ, എന്തിന് സ്വയം വിശ്വസിക്കാനുള്ള കരുത്ത് പോലുമോ അവശേഷിച്ചില്ല. മറുഭാഗത്ത് രാധയെ നോക്കൂ. അവൾ സ്നേഹിച്ചു, പക്ഷേ ആ സ്നേഹത്തിൽ അവൾ സ്വയം നഷ്ടപ്പെടുത്തിയില്ല. ബന്ധം തകർന്നു, പക്ഷേ അവൾ തകർന്നുപോയില്ല. കാരണം വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും ഒരാളെ മാത്രം തൻ്റെ ലോകമായി കാണാറില്ല. ഇനിയൊരു കാര്യം അതീവ ശ്രദ്ധയോടെ കേൾക്കുക. എല്ലാവർക്കും വേണ്ടി എപ്പോഴും വൈകാരികമായി ലഭ്യമാകുന്ന ഒരു സ്ത്രീയെ ഈ ലോകം ഒരിക്കലും ഗൗരവമായി കാണില്ല. എല്ലാവരുടെയും സങ്കടങ്ങൾ കേൾക്കുക, എല്ലാവരുടെയും വേദനകൾ ഏറ്റെടുക്കുക, എല്ലാവരുടെയും പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി മാറ്റുക, ഇതൊരിക്കലും നന്മയല്ല. എല്ലാവർക്കും വേണ്ടി എപ്പോഴും വൈകാരികമായി ലഭ്യമാകുന്നത് നന്മയല്ല, മറിച്ച് അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്. വിവേകമതിയായ ഒരു സ്ത്രീ എല്ലാവർക്കും മുന്നിൽ തൻ്റെ ഹൃദയം തുറക്കാറില്ല. അവളുടെ ഹൃദയത്തിൻ്റെ വാതിൽ എല്ലാവർക്കും പ്രവേശനമുള്ള ഒരിടമല്ല. അർഹരായവർക്ക് മാത്രമേ അവൾ അവിടെ സ്ഥാനം നൽകൂ. തന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്നും തൻ്റെ അതിർവരമ്പുകളെ മാനിക്കുന്നുണ്ടോ എന്നും അവൾ ആദ്യം നിരീക്ഷിക്കും. ഇല്ലെങ്കിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ അവൾ അവരിൽ നിന്ന് അകലം പാലിക്കും. കാരണം നിങ്ങളെ കുറ്റബോധത്തിൻ്റെ തടവിലാക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ നിങ്ങളെ നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവൾക്കറിയാം. മറ്റൊരു പ്രധാന കാര്യം, വിവേകമതിയായ സ്ത്രീ തൻ്റെ വേദനകളെ ഒരു പ്രദർശന വസ്തുവാക്കാറില്ല. കാണുന്നവർക്കെല്ലാം മുന്നിൽ അവൾ തൻ്റെ സങ്കടങ്ങൾ വിളമ്പി നടക്കില്ല. കാരണം എല്ലാവരും നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കാനല്ല വരുന്നത്. ചിലർ ആ കണ്ണീരിനെ നിങ്ങൾക്ക് എതിരെയുള്ള ആയുധമാക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മുന്നിൽ മാത്രമേ അവൾ തൻ്റെ ബലഹീനതകൾ വെളിപ്പെടുത്തൂ. മറ്റുള്ളവരുടെ മുന്നിൽ അവൾ ശാന്തയായും കരുത്തയായും നിലകൊള്ളും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ മുമ്പാണെങ്കിൽ നിങ്ങൾ കരയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നു. ഏത് കാര്യത്തിലാണ് അവർ എന്നെ ബലഹീനയായി കണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും അടുത്ത തവണ ആ ഭാഗം കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ തന്ത്രജ്ഞത. വിവേകമതിയായ സ്ത്രീ പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ സ്വന്തം ഉള്ളിലെ ഭയത്തെ തിരിച്ചറിയുന്നു. തന്നെ തളർത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അവർക്കറിയാം. അവൾ അതിനെ മറികടക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നു. സ്വയം മെച്ചപ്പെടാനുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ അവൾക്ക് സമയമില്ല. ഏറ്റവും പ്രധാനമായി അവൾ ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നില്ല. കാരണം ആ തനിച്ചിരിക്കലാണ്
അവളെ കൂടുതൽ ചിന്തിക്കാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തയാക്കുന്നത്. ആൾക്കൂട്ടത്തിനിടയിലും അവൾ കരുത്തയായിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ബുദ്ധിപൂർവ്വം പെരുമാറുന്ന ഒരു സ്ത്രീയാവുക എന്നത് ആരെയും ചതിക്കലല്ല, മറിച്ച് അത് സ്വയം സംരക്ഷിക്കാനുള്ള കലയാണ്. സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള കരുത്താണത്. മിക്ക സ്ത്രീകളും തളർന്നു പോകുന്നിടത്തു നിന്നാണ് വിവേകമതിയായ ഒരു സ്ത്രീ തൻ്റെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. അവൾ ഒരു സത്യം കൃത്യമായി മനസ്സിലാക്കുന്നു. ബഹുമാനമെന്നത് ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, മറിച്ച് അത് നേടിയെടുക്കേണ്ടതാണ്. നിങ്ങളുടെ അസാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും സ്വയം തെളിയിക്കാൻ അവൾ നടക്കാറില്ല. എല്ലാ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും തൻ്റെ സാന്നിധ്യം നിർബന്ധമാണെന്ന് അവൾ കരുതുന്നില്ല. എല്ലാ ഗ്രൂപ്പുകളുടെയും ഭാഗമാകേണ്ടത് അവളുടെ ആവശ്യമല്ല. നിങ്ങളെ വിലമതിക്കുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടുമെന്നും അല്ലാത്ത ഇടങ്ങളിലേക്ക് സ്വയം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തലാണെന്നും അവൾക്കറിയാം. ഇനിയൊരു രഹസ്യം കൂടി കേൾക്കൂ. വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ കൈവശമുള്ള എല്ലാ തന്ത്രങ്ങളും ഒരേ സമയം വെളിപ്പെടുത്തില്ല. അവളുടെ അടുത്ത നീക്കം എപ്പോഴും അവളുടെ മനസ്സിൽ രഹസ്യമായിരിക്കും. അവൾക്കൊന്നും അറിയില്ലെന്നും അവളെല്ലാം സഹിക്കുകയാണെന്നും മറ്റുള്ളവർ കരുതിയേക്കാം. എന്നാൽ ആ തെറ്റിദ്ധാരണയാണ് അവളുടെ ഏറ്റവും വലിയ കരുത്ത്. കാരണം മറ്റുള്ളവർ നിങ്ങളെ നിസ്സാരമായി കാണുമ്പോൾ അവരെ ഞെട്ടിക്കാനുള്ള ഏറ്റവും മികച്ച അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. അവൾ തൻ്റെ പദ്ധതികൾ എല്ലാവരോടും വിളിച്ചു പറയാറില്ല. തൻ്റെ വളർച്ചയുടെ കഥകൾ എല്ലാവരുമായി പങ്കുവെക്കാറില്ല. കാരണം പുഞ്ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും നിങ്ങളുടെ സന്തോഷത്തിൽ ആഹ്ലാദിക്കുന്നവരല്ലെന്നും പുകഴ്ത്തുന്ന എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ലെന്നും അവൾക്കറിയാം. ഏറ്റവും കൈപ്പുള്ളതുമെന്നാൽ അത്യന്താപേക്ഷിതവുമായ ഒരു സത്യമിതാ: വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും സാമ്പത്തിക ഭദ്രതയെ അവഗണിക്കാറില്ല. സ്നേഹവും ബന്ധങ്ങളും പ്രധാനമാണെങ്കിലും ആത്മനിർഭരത അതിനേക്കാൾ പ്രധാനമാണെന്ന് അവൾക്കറിയാം. ചെറുതാണെങ്കിൽ പോലും അവൾക്ക് സ്വന്തമായ ഒരു വരുമാന മാർഗമുണ്ടായിരിക്കും. കാരണം ഒരു സ്ത്രീ സാമ്പത്തികമായി തളർന്നു പോകുമ്പോൾ അവളുടെ ശബ്ദവും ഈ ലോകം അടിച്ചമർത്തുമെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. താൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം എന്നതിലൂടെയുള്ള തൻ്റെ ശാരീരിക ഭാഷയിൽ അവൾ അതീവ ശ്രദ്ധാലുവായിരിക്കും. വേഗത്തിൽ സംസാരിച്ച് താൻ പരിഭ്രാന്തിയിലാണെന്ന് അവൾ ഒരിക്കലും വരുത്തി തീർക്കില്ല. അവൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി ആത്മവിശ്വാസത്തോടെ സംസാരിക്കും. കാരണം ഈ ലോകം ആദ്യം നിങ്ങളെ കാണുകയും പിന്നീട് മാത്രമേ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന് അവൾക്കറിയാം. അവളുടെ ആത്മവിശ്വാസം ഒരിക്കലും ബഹളം വയ്ക്കാറില്ല. പക്ഷേ അത് എല്ലാവർക്കും അനുഭവപ്പെടും. ബന്ധങ്ങളിൽ അവളൊരു അമ്മയാണെങ്കിൽ അവൾ തന്നെ പൂർണ്ണമായും ബലി കൊടുക്കാറില്ല. അവളൊരു ഭാര്യയാണെങ്കിൽ അവൾ തൻ്റെ വ്യക്തിത്വം മായ്ച്ചു കളയാറില്ല. ഒരു മകളാണെങ്കിൽ അവൾ തൻ്റെ ജീവിതം മറ്റാർക്കും വേണ്ടി തടസ്സപ്പെടുത്താറില്ല. അവൾ സ്നേഹിക്കുന്നു, പക്ഷേ സ്വന്തം വില പണയപ്പെടുത്തിക്കൊണ്ടല്ല. കാരണം നിങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു ബന്ധം സ്നേഹമല്ല, മറിച്ച് അതൊരു തടവറയാണ്. അത്തരം തടവറകളിൽ കഴിയാൻ വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവേകമതിയായ ഒരു സ്ത്രീ പുറമേയല്ല, ഉള്ളിൽ നിന്നാണ് ശക്തയാകുന്നത്. അത് തുടങ്ങുന്നത് ഒരു ലളിതമായ ശീലത്തിലൂടെയാണ്. തന്നോട് തന്നെ സംസാരിക്കാൻ പഠിക്കുക. അവൾ തൻ്റെ മനസ്സിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താറില്ല, മറിച്ച് അത് ശ്രദ്ധിക്കുന്നു. ഭയത്തിൽ നിന്ന് അവൾ ഒളിച്ചോടാറില്ല, മറിച്ച് അതിനെ തിരിച്ചറിയുന്നു. സ്വന്തം തെറ്റുകളിൽ നിന്ന് അവൾ കണ്ണടയ്ക്കാറില്ല, പകരം അത് അംഗീകരിക്കുന്നു. കാരണം ഓരോ തവണയും താൻ ശരിയാണെന്ന് തെളിയിക്കുന്നതിനേക്കാൾ പ്രധാനം തന്നെ മെച്ചപ്പെടുത്തുന്നതാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് പറ്റിയാൽ മാപ്പ് ചോദിക്കുന്നത് തൻ്റെ അന്തസ്സിന് കുറവാണെന്ന് അവൾ കരുതുന്നില്ല. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന ആൾ വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ അവൾ തർക്കിക്കാൻ നിൽക്കില്ല, പകരം അകലം പാലിക്കും. അവിടെ നാടകങ്ങളില്ല, ആരോപണങ്ങളില്ല, വിശദീകരണങ്ങളില്ല, കേവലം വ്യക്തത മാത്രം. ഈ വ്യക്തത അവളെ മാനസികമായി അത്രമേൽ കരുത്തയാക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുമ്പോൾ മുൻപെന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? അസ്വസ്ഥതയും പേടിയും നിറഞ്ഞ ചോദ്യങ്ങൾ. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടോ? എന്നാൽ ഇനി അത് വേണ്ട. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്നു, എനിക്ക് ശരിക്കും അയാളുടെ ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുന്നു. കാരണം വിവേകമതിയായ ഒരു സ്ത്രീ ആരുടെയും ശ്രദ്ധയ്ക്ക് പിന്നാലെ ഓടാറില്ല. നിങ്ങളെ വിലമതിക്കുന്നവർ നിങ്ങളെ തേടി വരുമെന്നും വരാത്തവർക്ക് മുന്നിൽ വാതിലടയ്ക്കുന്നത് ബലഹീനതയല്ല, മറിച്ച് അത് ആത്മാഭിമാനമാണെന്നും അവൾക്കറിയാം. ഇനിയൊരു സത്യം കൂടി, വിവേകമതിയായ ഒരു സ്ത്രീ താൻ ഉള്ളിൽ തകർന്നു പോവുകയാണെന്ന് ഒരിക്കലും ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കില്ല. അവൾ കരയും, പക്ഷേ അത് ഏകാന്തതയിൽ മാത്രമായിരിക്കും. അവൾ പോരാടുന്നുണ്ട്, പക്ഷേ അത് തികച്ചും നിശബ്ദമായാണ്. അവൾ വീഴുന്നുണ്ട്, പക്ഷേ ആരും കാണാതെ അവൾ സ്വയം എഴുന്നേൽക്കുന്നു. ഒരിക്കലൊരു സ്ത്രീ സ്വയം നിയന്ത്രിക്കാനും തന്നെ താങ്ങി നിർത്താനും പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ ഒരു ശക്തിക്കും അവളെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ല. ആളുകൾ അവളോട് ഉപദേശങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അവളെ നിസ്സാരമായി കാണാൻ പിന്നെ ആരും ധൈര്യപ്പെടില്ല.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൾ സന്തുഷ്ടയായിരിക്കും. കാരണം അവളുടെ സന്തോഷം മറ്റൊരാളുടെ പെരുമാറ്റത്തിലോ സാമീപ്യത്തിലോ അധിഷ്ഠിതമല്ല. അവൾ സ്വന്തം സന്തോഷം സ്വയം നിർമ്മിക്കാൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളുടെ ഉള്ളിലും വിവേകമതിയും കരുത്തയുമായ ആ സ്ത്രീയുണ്ട്. അവളെ ഒന്ന് ഉണർത്തുക മാത്രമേ ഇനി ചെയ്യേണ്ടതുള്ളൂ. അവൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. ഇവിടെയാണ് ആ മാറ്റത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത്. വിവേകമതിയായ ഒരു സ്ത്രീ വെറും കരുത്തുള്ളവൾ മാത്രമല്ല, അവൾ അപകടകരമാം വിധം ശാന്തയുമാണ്. അപകടകരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവൾ ആരെയും ഉപദ്രവിക്കും എന്നല്ല, മറിച്ച് അവളെ തകർക്കുക എന്നത് ഇനി അസാധ്യമാണ് എന്നതാണ്. അവളെ നിയന്ത്രിക്കുക എന്നത് അസാധ്യമാണ്. എല്ലാ പോരാട്ടങ്ങളും ഏറ്റെടുക്കേണ്ടതില്ലെന്നും എല്ലാ മനുഷ്യരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയില്ലെന്നും അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ ഊർജം എവിടെ ചെലവാക്കണം, എവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് അവൾ കൃത്യമായി തീരുമാനിക്കുന്നു. മുൻപ് ആരെങ്കിലും മോശം പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം മുറിപ്പെടുമായിരുന്നു. ആരെങ്കിലും അവഗണിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഉള്ളിൽ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കുന്നു. കാരണം നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവൻ ഇതിനോടകം തന്നെ നിങ്ങളെക്കാൾ താഴെയാണെന്ന് സ്വയം സമ്മതിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾക്കറിയാം. വിവേകമതിയായ ഒരു സ്ത്രീ മറ്റുള്ളവരുടെ പെരുമാറ്റം കൊണ്ട് തൻ്റെ വില നിശ്ചയിക്കാറില്ല. താൻ ആരാണെന്ന് അവൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിന് മറ്റാരുടെയും സർട്ടിഫിക്കറ്റോ പ്രശംസയോ അംഗീകാരമോ അവൾക്ക് ആവശ്യമില്ല. മറ്റൊരു വലിയ മാറ്റം കൂടി അവളിൽ സംഭവിക്കുന്നു. അവൾ തൻ്റെ ജീവിതത്തിൽ കുറച്ചുപേരെ മാത്രമേ കൂടെ നിർത്തൂ, പക്ഷേ അവർ ശരിയായ മനുഷ്യരായിരിക്കും. ഒരു ബന്ധത്തിന് എത്രത്തോളം പഴക്കമുണ്ടെന്നല്ല അവൾ നോക്കുന്നത്, മറിച്ച് ഇന്നും അവിടെ തനിക്ക് ബഹുമാനം ലഭിക്കുന്നുണ്ടോ എന്നാണ്. വർഷങ്ങൾ പഴക്കമുള്ള ബന്ധമാണെങ്കിൽ പോലും അതുതന്നെ തളർത്തുകയാണെങ്കിൽ ബഹളങ്ങളോ പരാതികളോ ഇല്ലാതെ അവൾ പതുക്കെ അവിടെ നിന്ന് അകലം പാലിക്കും. കാരണം വിട്ടുവീഴ്ചകൾ കൊണ്ട് മാത്രം നിലനിൽക്കാത്ത ഒരു ബന്ധം എത്ര ശ്രമിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രധാന കാര്യം, വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും തന്നെ ഒരു ഇരയായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കില്ല. തൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവൾ എല്ലാവരോടും തൻ്റെ സങ്കടക്കഥകൾ പറഞ്ഞു നടക്കില്ല. കാരണം പലരും നിങ്ങളുടെ കഥകൾ കേൾക്കുന്നത് നിങ്ങളെ മനസ്സിലാക്കാനല്ല, മറിച്ച് നിങ്ങളെ വിലയിരുത്താനാണെന്ന് അവൾക്കറിയാം. തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ളവരോട് മാത്രമേ അവൾ ഉള്ളു തുറക്കൂ. മറ്റുള്ളവരുടെ കണ്ണിൽ അവൾ എന്നും മുന്നോട്ട് കുതിക്കുന്ന ഒരു കരുത്തയായ സ്ത്രീ മാത്രമായിരിക്കും. നമുക്ക് 2 സ്ത്രീകളുടെ ഉദാഹരണം നോക്കാം. രണ്ടുപേരുടെയും ഹൃദയം തകർക്കപ്പെട്ടു. ഒരാൾ തനിക്ക് നേരിട്ട അനീതികളെക്കുറിച്ച് എല്ലാവരോടും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ അത് കേട്ടു, 2 വാക്ക് ആശ്വസിപ്പിച്ചു, പിന്നെ അത് മറന്നുപോയി. എന്നാൽ രണ്ടാമത്തെ സ്ത്രീ മൗനം പാലിച്ചു. അവൾ തന്നെ മെച്ചപ്പെടുത്താൻ പരിശ്രമിച്ചു, സ്വന്തം കാലിൽ നിവർന്നു നിന്നു. വർഷങ്ങൾക്കു ശേഷം ആളുകൾ അവളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചത്? ഇതാണ് വ്യത്യാസം. വിവേകമതിയായ ഒരു സ്ത്രീ തൻ്റെ വേദനയെ തൻ്റെ കരുത്താക്കി മാറ്റുന്നു. അതുപോലെ അവൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വേണമെന്ന് വാശി പിടിക്കാറില്ല. ക്ഷമ എന്നത് ഒരു വലിയ തന്ത്രമാണെന്ന് അവൾക്കറിയാം. അവൾ ധൃതിപ്പെട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാറില്ല, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാറില്ല, ആരെയും അന്ധമായി വിശ്വസിക്കാറില്ല. സമയം തന്നെ സത്യങ്ങൾ വെളിപ്പെടുത്തട്ടെ എന്ന് അവൾ കരുതും. കാരണം ഒരാൾ ഒളിപ്പിച്ചു വെക്കുന്നതെല്ലാം പുറത്തു കൊണ്ടുവരാൻ സമയത്തിന് കഴിയും. അവളുടെ ഏറ്റവും വലിയ അടയാളം അവളുടെ ശാന്തതയാണ്. ആളുകൾ ചോദിക്കും, നിനക്ക് ദേഷ്യം വരാറില്ലേ എന്ന്. അവൾ ഉള്ളിൽ ചിരിക്കും. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കേണ്ട ആവശ്യം അവൾക്കിപ്പോൾ തോന്നാറില്ല. കാരണം സ്വയം നിയന്ത്രിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് അവൾ പഠിച്ചു കഴിഞ്ഞു. ഉള്ളിൽ സമാധാനം കണ്ടെത്തിയവൾക്ക് പുറത്തെ ലോകത്തെ ഭയപ്പെടേണ്ടതില്ല. ഒടുവിലായി ഒരു കാര്യം കൂടി നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. വിവേകമതിയായ ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ പറയാറില്ല, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൾ ഒരിടത്ത് തന്നെ നിൽക്കാറില്ല. പകരം അവൾ പറയും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ മാറുന്നു, അവൾ വളരുന്നു, അവൾ തൻ്റെ തന്നെ ഏറ്റവും മികച്ച പതിപ്പായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ജീവിതം ഓരോ വർഷം കഴിയുന്തോറും മുൻപത്തേതിനേക്കാൾ മനോഹരമാകുന്നത്. ഇന്ന് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു വരി നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ നിങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഈ വീഡിയോ കൃത്യസമയത്തു തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിയത്. വിവേകമതിയായ ഒരു സ്ത്രീയാവുക എന്നത് പുറത്തുള്ള ലോകത്തെ മാറ്റുന്നതിനേക്കാൾ മുൻപ് സ്വന്തം ഉള്ളിലെ ചിന്താഗതി മാറ്റുന്ന ഒന്നാണ്. ഓർക്കുക, ഈ വീഡിയോ വെറുതെ കേട്ടിരിക്കാനുള്ള ഒന്നല്ല, നിങ്ങളെ ഉണർത്താനുള്ള ഒന്നാണ്. എന്നാണോ ഒരു സ്ത്രീ തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുണരുന്നത്, അന്നു മുതൽ അവളെ വിഡ്ഢിയാക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും അവളെ അവഗണിക്കാനോ അവളുടെ വില കുറച്ച് കാണാനോ സാധിക്കില്ല. അവളുടെ കരുത്ത് ബഹളങ്ങളിലല്ല, മറിച്ച് അവളുടെ വിവേകത്തിലും ശാന്തതയിലുമാണ്. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഇത്തരം ആഴമേറിയ സത്യങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട മറ്റ് സ്ത്രീകളിലേക്ക് കൂടി എത്തട്ടെ. കമൻറ്റ് ബോക്സിൽ ഒരു വരി മാത്രം എഴുതുക, ഇനി മുതൽ ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്നു. കാരണം
എന്നാണോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുന്നത്, അന്നു മുതൽ നിങ്ങളുടെ ജീവിതം മാറത്തുടങ്ങും.